ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC നടത്തുന്ന 10th പ്രിലിം എക്സാമിന് ഗുണപ്രദമാകുന്ന രീതിയിൽ ശരാശരി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുക എന്ന ലക്ഷ്യത്തോടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ടൈപ്പ് തിരിച്ചിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 12 ചോദ്യങ്ങൾ പരിചയപ്പെട്ടു, 12 ടൈപ്പ് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഇന്ന് ഇവിടെ നമ്മൾ പുതിയൊരു ടൈപ്പ് ചോദ്യം കൂടി പരിചയപ്പെടുകയാണ്. ഒരു ക്ലാസ്സിലെ 29 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിന്റെ വർധനവുണ്ടാകും. എങ്കിൽ അധ്യാപകന്റെ ഭാരം എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. കേരള PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒരു ക്ലാസ്സിൽ 29 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം തന്നിട്ടുണ്ട്. അധ്യാപകന്റെ ഭാരം കൂടി അതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിന്റെ വർധനവ് സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അധ്യാപകന്റെ ഭാരം എന്ത് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ചോദ്യം ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. നമ്മുടെ കൈവശം ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യപ്രകാരം പറയുകയാണെങ്കിൽ 29 അംഗങ്ങളാണുള്ളത്. ആ അംഗങ്ങളുടെ എല്ലാവരുടെയും ഭാരം എടുത്തിട്ട് ശരാശരി കണ്ടാൽ എത്ര ശരാശരി കിട്ടുമെന്നും ചോദ്യത്തിൽ തന്നിട്ടുണ്ടാകും. അതായത് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ കൃത്യമായിട്ട് 50 എന്ന് തന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പുതിയൊരു അംഗം കടന്നു വരികയാണ്, അതായത് അധ്യാപകനാണ് കടന്നു വരുന്നത്. ഇപ്പോൾ ആ ഗ്രൂപ്പിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 29 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? 30 എന്നായിട്ട് മാറി. കാരണം നേരത്തെ 29 പ്ലസ് അധ്യാപകനും കൂടെ ചേരുമ്പോൾ 30 ആയിട്ട് മാറി. ആ ഒരു കേസിൽ അവിടെ ശരാശരിക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ശരാശരിയിൽ വർധനമാണ് സംഭവിച്ചിരിക്കുന്നത്. വർധനവ് എന്ന് പറയുമ്പോൾ എത്രയുടെ വർധനമാണെന്ന് വെച്ചാൽ ഇവിടെ 1ന്റെ വർധനമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പറയാനായിട്ട് പറ്റും, നേരത്തെ 50 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ശരാശരി എന്ന് പറയുന്നത് 51 ആയിട്ട് വർദ്ധിച്ചു. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ അധ്യാപകന്റെ പ്രായമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് അറിയാം, അവരുടെ ശരാശരി എത്രയാണെന്ന് അറിയാം. ആ ഗ്രൂപ്പിലേക്ക് പുതിയൊരു അംഗം വരുന്നു, ആ ഒരു സമയത്ത് ശരാശരിയിൽ എന്ത് സംഭവിച്ചു എന്ന് തന്നിരിക്കുന്നു. ഇവിടെ 1ന്റെ വർധനമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നിരിക്കുന്ന വ്യക്തിയുടെ പ്രായമാണ് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ടൈപ്പ് ചോദ്യം ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുമാണ് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇനി ഈ ഒരു ചോദ്യം നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യത്തിൽ തുടക്കത്തിൽ 29 പേര്, 50 അവിടെ ശരാശരി. രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ അവിടെ 30 പേര്, അതായത് അധ്യാപകൻ കൂടി കടന്നു വരുന്നു. അവിടെ ശരാശരിയിൽ 1ന്റെ വർധന വരിക എന്ന് പറഞ്ഞാൽ ശരാശരി ഇപ്പോൾ 51 നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ശരാശരി ഈസ് ഈക്വൽ ടു തുക ഡിവൈഡ് ബൈ എണ്ണം എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഒന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ശരാശരി 50 അവിടെ തുക നമുക്ക് അറിയത്തില്ല, എണ്ണം നമുക്കറിയാം 29 ഇവിടെ നമുക്ക് തുക കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 29 × 50 ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ തുക 1450 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് വരുന്നു. രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ശരാശരി എന്ന് പറയുന്നത് 51 നമുക്കറിയാം. തുക നമുക്ക് 1450 പ്ലസ് അധ്യാപകന്റെ വയസ്സും കൂടെ കൂട്ടുക. ഞാനത് y ആയിട്ട് എടുത്തു, അതായത് അധ്യാപകന്റെ ഭാരമാണ്. ഇവിടെ ഭാരത്തിന്റെ ശരാശരിയാണ് തന്നത്. അപ്പോൾ y ആയിട്ട് ഞാനത് എടുത്തു. ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് 29 ഒന്നുകൂടി 30 ആയിട്ട് മാറി. ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക, y-ന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 51 × 30 വരും, അതായത് 51 30 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1450 പ്ലസ് y എന്ന് വരും. 1450 പ്ലസ് y എന്നാണ് വരുന്നത്. ഇവിടെ നമ്മൾ 51 × 30 ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 3 15 1530 കിട്ടും. 1450 പ്ലസ് y എന്ന് വരും. y-ന്റെ ടേമിലേക്ക് ഈ ഒരു ഇക്വേഷനെ കൊണ്ടുവരികയാണെങ്കിൽ 1530 മൈനസ് 1450 എന്ന് വരുന്നു. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 80 എന്നാണ്. അതായത് വന്ന അധ്യാപകന്റെ പ്രായം കിട്ടുന്നത് 80 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. എന്നാൽ കുറച്ച് സമയം നമുക്കവിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം കാൽക്കുലേഷൻ ഉണ്ട്. കാൽക്കുലേഷൻ നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക. പക്ഷേ കറക്റ്റ് ഉത്തരം ഇവിടെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി ഫോളോ ചെയ്യാം, ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതി ഫോളോ ചെയ്യാം. നമ്മൾ LGS ലെവൽ പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ള സമയമൊക്കെ ധാരാളം അവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ 10th പ്രിലിംസിനൊക്കെ പോയിരിക്കുമ്പോൾ. അപ്പോൾ ഒന്നെങ്കിൽ ഈ രീതി ഫോളോ ചെയ്യാം. ഇനി അതല്ല എങ്കിൽ മറ്റൊരു രീതി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഇവിടെ ഒരു കാര്യം പരിചയപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ രീതിയിലേക്ക് പോകുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കൈവശം ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു 5 പേരുണ്ട്. ഇപ്പോൾ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 1 2 3 4 5. ടോട്ടൽ
എൻ്റെ കയ്യിൽ ഒരു 30 രൂപയുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഒരു 30 രൂപയുണ്ട്. ആ 30 രൂപ ഈ 5 പേർക്കും വീതിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 30/5 എന്ന് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ 6 എന്ന് കിട്ടുന്നു. ഓരോരുത്തർക്കും നമ്മൾ എത്ര വെച്ച് കൊടുക്കും? ഓരോരുത്തർക്കും 6 വെച്ച് നമ്മൾ കൊടുക്കും അല്ലെ? ഓരോരുത്തർക്കും ഈ 5 പേരിൽ ഓരോരുത്തർക്കും 6 വെച്ച് കൊടുക്കും. നോക്കുക, നമ്മൾ ശരാശരി അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? തുക ഡിവൈഡ് ബൈ എണ്ണമാണ്. ഇവിടെ 30/5 എന്ന് പറയുമ്പോൾ തുക ഡിവൈഡ് ബൈ എണ്ണം. അതായത് നമുക്ക് കിട്ടിയ 6 എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ശരാശരിയാണ്. ശരാശരി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞതാണ്, തുല്യമായിട്ട് വിഭജിച്ചു കൊടുക്കുക. ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടോ അവർക്കെല്ലാം തുല്യമായിട്ട് വിഭജിച്ചു കൊടുക്കുക എന്നതാണ് ശരാശരി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ ഒരു ഗ്രൂപ്പിലേക്ക്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പിലേക്ക് പുതിയ ഒരു അംഗം കൂടി കടന്നു വരികയാണ്. അതായത് 6ാമത് ഒരു അംഗം കൂടി ഈ ഒരു ഗ്രൂപ്പിലേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന 6ാമത്തെ അംഗത്തിന്റെ കയ്യിൽ 6 രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. 6 രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ശരാശരിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? എല്ലാവരുടെ കയ്യിലും 6 രൂപ തന്നെയാണ് ഉള്ളത്. വന്നയാളുടെ കയ്യിൽ 6 രൂപയുണ്ട്. ഓൾറെഡി ആ ഗ്രൂപ്പിലുള്ളവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ 6 രൂപയുണ്ട്. അപ്പോൾ ശരാശരിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ആ ഗ്രൂപ്പിലുള്ളവർ നോക്കുമ്പോൾ വന്നയാളുടെ കയ്യിൽ 6 ഉണ്ട്. അയാൾ നോക്കുമ്പോൾ ബാക്കി എല്ലാവരുടെ കയ്യിലും 6 തന്നെയാണ് ഉള്ളത്. ശരാശരിയിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും വരില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ടോട്ടൽ ഇപ്പോൾ എത്ര 6 ഉണ്ട്? 36 6 ഉണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 6 ആണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്താൽ 6 എന്ന് തന്നെയാണ് കിട്ടുക. ശരാശരിയിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇവിടെ എന്ത് ചെയ്യുന്നില്ല? സംഭവിക്കുന്നില്ല. എന്നാൽ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുണ്ടല്ലോ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 6 എന്ന് പറയുന്ന തുകയും കൊണ്ട് വന്നിരിക്കുന്ന ആളുണ്ടല്ലോ, അയാളുടെ കയ്യിൽ 6ന് പകരമായിട്ട് 12 ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അയാളുടെ കയ്യിലുള്ളത് 12 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കുന്ന സമയത്ത് ശരാശരി എന്ന് പറയുന്നത് തുല്യമായിട്ട് വിഭജിക്കുക എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ അത് പാലിക്കപ്പെടുന്നുണ്ടോ? ഈ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും കയ്യിൽ 6 രൂപയുണ്ട്. പക്ഷെ ഇയാളുടെ കയ്യിൽ മാത്രം 12 രൂപയുണ്ട്. അവിടെ ഒരു തുല്യത നഷ്ടപ്പെട്ടു. അപ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ 12 രൂപ, ഇയാൾ നോക്കുമ്പോൾ അവിടെ എത്രയേ ഉള്ളൂ? 6 രൂപയേ ഉള്ളൂ. അത് പറ്റത്തില്ല. അപ്പോൾ ഇയാൾ 6 രൂപ ഇവിടെ വെച്ച് 6 രൂപ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എത്ര രൂപയുണ്ട്? 6 രൂപയുണ്ട്. ആ 6 രൂപ എന്ത് ചെയ്തു? ഈ ഗ്രൂപ്പിന് മൊത്തത്തിൽ എന്ത് ചെയ്യും? വിഭജിച്ചു കൊടുക്കും. അതായത് 6 ടോട്ടൽ എണ്ണം 6 ആണ്. അപ്പോൾ 1 വെച്ചിട്ട് എന്ത് ചെയ്യും? വിഭജിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഗ്രൂപ്പിൽ ഓരോരുത്തരുടെ കയ്യിലും എത്രയുണ്ട്? ഈ 6 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 7 വരും. ഇയാളുടെ കയ്യിലും 7 വരും. ഇയാളുടെ കയ്യിലും 7 വരും. ഇയാളുടെ കയ്യിലും 7 വരും. ഇയാളുടെ കയ്യിലും 7 വരും. പിന്നെ ഈ വന്നാളുടെ കയ്യിലും എന്തുണ്ടാകും? 7 ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും 7 ആണെന്ന് പറയാൻ പറ്റും. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ 36 ആണ്. 36ന്റെ കൂടെ നേരത്തെ ഇവിടം വരെ എത്രയാണ്? 5 പേരുടെ കയ്യിൽ 30 ആണ്. അതിൻ്റെ കൂടെ ഈ 12 കൂടെ കൂടുമ്പോൾ 42 ആയി. ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. ഇപ്പോൾ ശരാശരി എന്താണ്? 7 ആണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? വന്നയാൾ എന്ത് ചെയ്യാണ്? തുല്യമായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാണ്? അധികമായുള്ളത് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്നയാളുടെ കയ്യിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യപ്രകാരം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ലോജിക്കിലേക്ക് നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവരാം. ഇപ്പൊ ഈ വന്നയാളുടെ ഭാരം x ആണെന്ന് എടുക്കുക, അല്ലെങ്കിൽ ആ വന്നയാളുടെ കയ്യിൽ x രൂപയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ശരാശരിയിൽ 1ന്റെ വർധനമുണ്ടായി, അതായത് 7 ആയി എന്ന് വിചാരിക്കുക. അതിനർത്ഥം ഓരോരുത്തരുടെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? 7 വെച്ച് ഉണ്ട്. ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് വന്നയാളുടെ കയ്യിൽ എത്രയുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ എന്താണ്? മൊത്തത്തിൽ 7ന്റെ അതായത് 1ന്റെ വർധനമുണ്ടായി. ഇപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ എന്തുണ്ട്? 7 ഉണ്ട്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ വന്നയാളുടെ കയ്യിൽ ഓൾറെഡി എന്ത് വേണം? 6 വേണം. അതിൻ്റെ കൂടെ അധികമായിട്ടുള്ള ഒരു സംഖ്യയും കൂടെ വേണം. എങ്കിൽ മാത്രമല്ലേ ശരാശരിയിൽ വർധനമുണ്ടാവുള്ളൂ. 12 വന്നപ്പോഴാണ് 7 ആയത്. തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ 12 വന്നപ്പോഴാണ് 7 ആയത്. ഇവിടെ എന്താണ്? ആ അധികമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ഓരോരുത്തർക്കും വന്ന വർധനമാണ്. അതായത് ഇവിടെ 6 ആയിരുന്നു. അപ്പോൾ ഇവിടെ 1ന്റെ വർധന വന്നു. ഇവിടെ 6 ആയിരുന്നു. ഇവിടെ 1ന്റെ വർധന വന്നു. അതേപോലെ ഇവിടെ എല്ലാവർക്കും എന്താണ്? 1 വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് 6 × 1 6 അധികം. അപ്പോൾ അത് ഇതിനോട് കൂട്ടുന്നു. x സ്ഥാനത്ത് 6 കൊടുത്താൽ നമുക്കവിടെ 12 എന്ന് കിട്ടുന്നു. അപ്പോൾ ആ ഒരു ലോജിക്കാണ് നമ്മൾ എവിടെ ഉപയോഗിക്കേണ്ടത്? നമ്മളിപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഉപയോഗിക്കേണ്ടത്. നോക്കുക, നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എന്താണ്? ഒരു ക്ലാസ്സിലെ 29 കുട്ടികളുണ്ട്. അവരുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിന്റെ വർധനമുണ്ടാകും. എങ്കിൽ അധ്യാപകന്റെ ഭാരം എത്ര എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ലോജിക്കിലേക്കൊന്ന് കൊണ്ടുവരുമെന്ന് നോക്കാം. അപ്പോൾ ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്?
29 കുട്ടികളാണ് ഉള്ളത്. അവരുടെ ശരാശരി ഭാരം 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ കയ്യിൽ എത്ര വീതമുണ്ട്? 50 വീതമുണ്ട്. ശരാശരി 50 ആണെങ്കിൽ 29 പേരുടെ കയ്യിൽ 50 വീതം ഉണ്ടെന്നാണ് അർത്ഥം. ഈ ഒരു ഗ്രൂപ്പിലേക്ക് പുതിയ ഒരു അംഗം കടന്നു വരികയാണ്. നമ്മുടെ അധ്യാപകൻ കടന്നു വരികയാണ്. ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആര് കടന്നു വരികയാണ്? അധ്യാപകൻ കടന്നു വരികയാണ്. നമ്മുടെ അധ്യാപകൻ കടന്നു വരികയാണ്. ഇപ്പോൾ ശരാശരിയിൽ എന്ത് സംഭവിച്ചു? വർധനവ് സംഭവിച്ചു. ഒന്നിന്റെ വർധനവ് സംഭവിച്ചു എന്നാണ്. ഒന്നിന്റെ വർധനവ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അധ്യാപകന്റെ കയ്യിൽ ഓൾറെഡി 50 ഉണ്ട്. 50 കൊണ്ടാണ് വരുന്നതെങ്കിൽ ശരാശരിയിൽ ഒരു വ്യത്യാസവും സംഭവിക്കില്ല. വർധനവ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ 50നേക്കാൾ വലിയ ഒരു തുകയും കൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതെങ്ങനെ കിട്ടും? പ്ലസ് ഈ ഒന്നിന്റെ വർധനവ് എന്നല്ല പറഞ്ഞത്, ആ ഒന്ന് ഈ 30 പേർക്കും, അധ്യാപകൻ ഉൾപ്പെടെ 30 പേർക്കും കൊടുക്കും. അതായത് 30 × 1 എന്ന് വരും. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്നത് 30. അത് ഇതിനോട് കൂട്ടുക, അതായത് 80. അതായത് 80 കൊണ്ടാണ് ഈ അധ്യാപകൻ അങ്ങോട്ട് വന്നത്. അതിൽ 50 ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള 30 എന്ത് ചെയ്തു? ഈ ടോട്ടൽ 30 പേരാണ്, അധ്യാപകനും കൂടി 30 പേരാണ്. ആ 30 പേർക്കായിട്ട് വീതിച്ചു. അപ്പോൾ 1 വെച്ചാണ് ഓരോരുത്തർക്കും കിട്ടുക. അപ്പോൾ 50 + 30 80 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് വന്നയാളുടെ പ്രായം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ ഇത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ചെയ്തത് നേരത്തെ ഉണ്ടായിരുന്ന ശരാശരി 50, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വർധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ശരാശരിയിൽ വന്ന വർധനവും പുതിയ എണ്ണവും നമ്മൾ നോക്കി. പുതിയ എണ്ണം എന്ന് പറയുന്നത് 30 ആണ്. അധ്യാപകനും കൂടെ കൂടിയപ്പോൾ പുതിയ എണ്ണം 30 × ശരാശരിയിൽ വന്ന വർധനവ് 1. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വന്നയാളുടെ പ്രായം നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ ശരാശരി വർധനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ശരാശരി കൂട്ടണം. വർധനമാണെങ്കിൽ കൂട്ടണം. ശരാശരിയിലുള്ള വർധനവ് 1 ആണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ടോട്ടൽ എണ്ണം 30 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 30 × 1 ചെയ്തു. നമുക്ക് കിട്ടിയത് വന്ന അധ്യാപകന്റെ പ്രായമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോബ്ലത്തിന്റെ ഉത്തരം കിട്ടും. ഇനി അടുത്തൊരു കാര്യം പറയാം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം വേറെ രീതിയിലും ചോദിക്കാം. അതായത് തുടക്കം ഈ ഒരു ഗ്രൂപ്പിൽ 30 പേരുണ്ട്. അവിടെ ശരാശരി 51 ആണ്. അധ്യാപകൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോകുകയാണ്. അപ്പോൾ 29 ആണ്. ശരാശരിയിൽ ഒന്നിന്റെ കുറവ് സംഭവിച്ചു. അപ്പോൾ അവിടെ എത്രയായി? 50 ആയിട്ട് മാറി. ഇങ്ങനെയാണ് ചോദ്യം എന്ന് വിചാരിക്കാം. നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? തുടക്കം 30 പേര്, അപ്പോൾ ശരാശരി 51. അധ്യാപകൻ പോയി, ആ ഗ്രൂപ്പിൽ നിന്ന് പോയി, അപ്പോൾ 29 ആയി. ശരാശരിയിൽ ഒന്നിന്റെ കുറവ് സംഭവിച്ചു, അപ്പോൾ 50 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അധ്യാപകന്റെ പ്രായം എത്ര, അല്ലെങ്കിൽ അധ്യാപകന്റെ ഭാരം എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യത്തിന്റെ നേർ ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോൾ പറഞ്ഞ ആ ലോജിക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം എത്ര പേരുണ്ട്? 30 പേരുണ്ട്. ആരും കൂട്ടിയിട്ട്, അധ്യാപകനും കൂട്ടിയിട്ട്. അപ്പോൾ അധ്യാപകന്റെ കയ്യിൽ എത്രയുണ്ട്? 51 ഉണ്ട്. ബാക്കി എല്ലാവരുടെ കയ്യിലും 51 ഉണ്ട്. അപ്പോൾ ശരാശരി 51 ആണ്. അപ്പോൾ അധ്യാപകന്റെ കയ്യിലും 51 ഉണ്ട്. അപ്പോൾ അധ്യാപകൻ എന്ത് ചെയ്തു? ആ 51 എടുത്തു. അതിനോടൊപ്പം തന്നെ ഓരോരുത്തരുടെ കയ്യിലും ഒന്നിന്റെ കുറവാണ് സംഭവിച്ചത് അല്ലെ? 51 നിന്ന് 50ലേക്ക് പോയപ്പോൾ ഒന്നിന്റെ കുറവാണ്. ആ 29 പേരുണ്ട് അല്ലെ? ഈ അധ്യാപകൻ കഴിഞ്ഞിട്ട് 29 പേരുണ്ട്. ആ 29 പേരുടെ കയ്യിൽ നിന്ന് 1 മേടിച്ചിട്ട് പോയി. 1 മേടിച്ചിട്ട് പോയെങ്കിൽ മാത്രമല്ലേ 21 പേരുടെയും ശരാശരി 50 ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ 1 × 29 1 മേടിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ കൂട്ടണം. അപ്പോഴും അധ്യാപകന്റെ പ്രായം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 80 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത് പറഞ്ഞ എന്താണ്? ഈ പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരാശരിക്ക് എന്ത് സംഭവിക്കുന്നു? കുറവ് സംഭവിക്കുകയാണ്. അങ്ങനെ കുറവ് സംഭവിക്കുമ്പോൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? അധ്യാപകന്റെ പ്രായമാണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ലോജിക്ക്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും, എങ്കിലും കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ ഈ 2 ലോജിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ്? സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. അതായത് രണ്ടാമത് നമ്മൾ പറഞ്ഞത് സിമ്പിളായിട്ട് ഇങ്ങനെ ഓർക്കുക. എന്താണ്? ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ശരാശരി അതായത് 51 ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ശരാശരി 51 ആണ്. അത് ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഒരു കുറവാണ് സംഭവിച്ചത് ഇല്ല? ശരാശരി കുറവ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ പോയ ആളുടെ കയ്യിൽ കൂടുതൽ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ 51 പ്ലസ് ചെയ്യണം. അവിടെ നമ്മൾ ചിന്തിക്കണം, ശരാശരി കുറവാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ പോയ ആളുടെ കയ്യിൽ എന്തുണ്ട്? കൂടുതൽ ഉണ്ട്. അയാൾ കൂടുതലും എടുത്താണ് പോയെന്ന് ഓർക്കുക. അപ്പോൾ 51 പ്ലസ്
തുടർന്നുള്ള എണ്ണസംഖ്യ അതായത് 29 ഇൻറ്റു എന്ത് ചെയ്യാം 1 ചെയ്യാം. എത്രയാണ് ശരാശരിയിൽ വന്ന കുറവ് അത് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അധ്യാപകന്റെ അല്ലെങ്കിൽ പോയ ആളുടെ വയസ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന പ്രോബ്ലംസ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുക. നമ്മൾ ആദ്യം പഠിപ്പിച്ച ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ പറഞ്ഞ ലോജിക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഒരു ചോദ്യം എപ്പോഴും PSC ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. രണ്ടാമത് പറഞ്ഞ രീതി മനസ്സിലായിട്ടില്ലെങ്കിൽ ആദ്യം പറഞ്ഞ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുള്ള രീതി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാമാണ്. പുതുതായിട്ട് 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 4 കിലോഗ്രാമിന്റെ വർധനമുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം എന്ത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 40 കുട്ടികളുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 40 കുട്ടികളുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 50 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുതുതായിട്ട് 10 കുട്ടികൾ കൂടി ആ ഗ്രൂപ്പിലേക്ക് വരുന്നു. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്രയായി? 50 പേരായിട്ട് മാറി. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് 54 മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് വന്ന ആ 10 കുട്ടികളുണ്ടല്ലോ, ആ 10 കുട്ടികളുടെ ശരാശരി ഭാരമാണ് കാണാൻ പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനിലേക്ക് പോവാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം എന്ന് പറയുന്ന ഇക്വേഷനാണ്. തുക ബൈ എണ്ണം. ഇവിടെ ഒന്നാമത്തെ കേസിൽ ശരാശരി എന്ന് പറയുന്നത് 50 ആണ്. തുക നമുക്ക് അറിയത്തില്ല. ഡിവൈഡ് ബൈ എണ്ണം നമുക്ക് 40 എന്നറിയാം. അപ്പോൾ നമുക്ക് തുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 50 × 40 ചെയ്താൽ മതി. 50 × 40 ചെയ്യുമ്പോൾ നമുക്ക് 20ഉം ഒരു 0. അപ്പോൾ നമുക്ക് തുക എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇവിടെ ഇപ്പോൾ 2000 എന്നാണ് കിട്ടുക. തുക 2000 എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമുക്ക് തുക കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 2000 നമ്മുടെ തുക വരുന്നത്. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുന്നു. രണ്ടാമത്തെ കേസും സെയിം ഇക്വേഷൻ തന്നെയാണ്. ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് 54 ആണെന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 54 ആണെന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തുക എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ എത്രയുണ്ട്? 2000 ഉണ്ട്. ഇനി ഈ 10 പേരുണ്ടല്ലോ, 10 പേരുടെ മൊത്തത്തിലുള്ള ആ ഒരു തുക എന്ന് പറയുന്നത് ഞാനിവിടെ y ആയിട്ട് എടുത്തു. ഓൾ ഡിവൈഡ് ബൈ ഇപ്പോൾ എണ്ണം എത്രയായിട്ട് മാറി? 50 ആയിട്ട് മാറി. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 50 × 54 ഈസ് ഈക്വൽ ടു 50 × 54 ഈസ് ഈക്വൽ ടു 2000 പ്ലസ് y എന്ന് വരും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 54 20 2 27 2700 എന്ന് വരും. 2000 പ്ലസ് y എന്ന് വരും. വൈൻ്റെ ടേമിലേക്ക് കൊണ്ടുവരുമ്പോൾ 2700 കുറയ്ക്കണം 2000 എന്ന് പറയും. y എന്ന് പറയുന്നത് 700 എന്ന് നമുക്ക് കിട്ടും. ഇതെന്താണ്? ഈ വന്നിരിക്കുന്ന ഈ 10 പേരുണ്ടല്ലോ, രണ്ടാമത് വന്ന 10 പേരുടെ എല്ലാവരുടെയും ഭാരം കൂട്ടിയാൽ കിട്ടുന്നത് 700 കിലോഗ്രാം എന്നാണ്. ഇവരുടെ ശരാശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡ് ബൈ എണ്ണമാണ്. അപ്പോൾ 700 ഡിവൈഡ് ബൈ എണ്ണം 10 ചെയ്താൽ നമുക്ക് 70 എന്ന് കിട്ടും. സോ ഇവിടെ ശരാശരി എന്ന് പറയുന്നത് ഈ 70 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഇവിടെ തന്നിരിക്കുന്നു 70. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം നമ്മൾ സാധാരണ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരത്തിലേക്ക് എത്താം. ഇനി ഇതല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ നമുക്കിവിടെ കൊണ്ടുവരാം. നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ആദ്യത്തെ കേസിലേക്ക് വരുമ്പോൾ അവിടെ 40 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ കേസിലേക്ക് വരുമ്പോൾ അവിടെ എത്ര കുട്ടികളുണ്ട്? 40 കുട്ടികളാണ് ഉള്ളത്. അവരുടെ ടോട്ടൽ ശരാശരി എന്ന് പറയുന്നത് 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ അവിടെ പുതുതായിട്ട് 10 കുട്ടികൾ കടന്നു വരികയാണ്. അതായത് അവിടെ ടോട്ടൽ ഇപ്പോൾ 50 ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ശരാശരി എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? 54 ആയിട്ട് മാറി. ഇവിടെ നമ്മൾ ലോജിക്ക് ഉപയോഗിക്കണം. ലോജിക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ മെത്തേഡിലൂടെ പോവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്? 40 പേരാണുള്ളത്. 40 പേരുടെ ശരാശരി എന്ന് പറയുന്നത് 50 എന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും 50 വെച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 40 പേരുടെ കയ്യിലും 50 വെച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലേക്ക് എന്ത് വരികയാണ്? ഒരു 10 പേര് കടന്നു വരികയാണ്. ഈ ഗ്രൂപ്പിലേക്ക് 10 പേര് കടന്നു വരികയാണ്. അപ്പോൾ 10 പേര് ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ടോട്ടൽ ശരാശരി എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? 54 ആയിട്ട് മാറി. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട 10 പേരുടെ ശരാശരി ആയതുകൊണ്ട് തന്നെ 10 പേരുടെ ടോട്ടൽ എത്രയുണ്ട്, അവരുടെ കയ്യിൽ ടോട്ടൽ എത്രയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശരാശരിയിൽ 54 കൂടി എന്ന് പറയുമ്പോൾ ഈ 10 പേരുടെ കയ്യിൽ ഓൾറെഡി എത്രയുണ്ടായിരിക്കും? 50 ഉണ്ടായിരിക്കും. അതായത് 10 പേരുടെ കയ്യിൽ 50 × 10 നമുക്ക് എത്ര എന്ന് പറയാം? 500 എന്ന് പറയാം.
എന്നാൽ ഇനി 4 ടോട്ടൽ എന്താണ് 4 കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തർക്കും 4 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർ എന്ന് പറയുമ്പോൾ 50 പേർക്കും 50 × 4 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 200 എന്ന് കിട്ടുന്നു. അതായത് ഈ 500-നോടൊപ്പം 200 കൂടെ കൂട്ടുന്നു, നമുക്ക് എന്ത് കിട്ടി, ആ 10 പേരുടെ ഭാരം 700 കിട്ടി. ശരാശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സാധാരണ പോലെ 700/10 ചെയ്യുന്നു, നമുക്ക് 70 എന്ന് കിട്ടുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ ഈ ഒരു ലോജിക്ക് തെറ്റിപ്പോയാൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള മെത്തേഡിലൂടെ തന്നെ പോവുക. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് ഉത്തരം അപ്പം കിട്ടുക. ഇനി എങ്ങാനും ഈ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താം. ഇപ്പോൾ നിങ്ങൾ വെറുതെ ലോജിക്ക് മനസ്സിലാവാതെ ഇത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉത്തരം തെറ്റിപ്പോയാൽ മൈനസ് മാർക്ക് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ LGS ലെവൽ എക്സാം അല്ലെങ്കിൽ 10th പ്രീലിമാണ്. നമുക്ക് കൃത്യമായിട്ട് അവിടെ ടൈം എന്തായാലും ഉണ്ടാവും. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ചോദ്യത്തിലൂടെയും കടന്നു പോകാനുള്ള സമയം കൃത്യമായിട്ടുണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് വിനിയോഗിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുന്നു, ആ ഒരു ചോദ്യം കിട്ടിയിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, കുറേ നേരം ഇങ്ങനെ അതിൽ ചിലവഴിക്കരുത്. അത് പോയിക്കോട്ടെ, അത് നമുക്ക് അവസാനം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വട്ടമിട്ട് വെച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ആ പരീക്ഷാ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, 1 മുതൽ 100 വരെയുള്ള ചോദ്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, അതായത് 100% നിങ്ങൾക്ക് ഉറപ്പാണ്, ഉത്തരം ഉറപ്പാണ് എന്നുള്ള ചോദ്യം ഉണ്ടാവില്ലേ, ആ ചോദ്യങ്ങൾ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, കറപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക എത്ര ചോദ്യങ്ങൾ നിങ്ങൾ കറപ്പിച്ചു. നിങ്ങളിപ്പോൾ എളുപ്പമുള്ള ഒരു 80 ചോദ്യത്തോളം നിങ്ങൾ കറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വെച്ചിട്ട് പരിപാടി നിർത്തിയേക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനി ബോർഡ് LGSന് ഒരിക്കലും 80 കട്ട് ഓഫ് വരില്ല. കമ്പനി ബോർഡ് LGSനൊക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഒക്കെ വളരെ കുറവാണ്, അതായത് പ്രിലിം എക്സാമിന്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ കറപ്പിക്കുകയെങ്കിൽ അത്രത്തോളം ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കറപ്പിച്ചാൽ മതി. അങ്ങനെ കറപ്പിച്ച് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും, 80-ൽ നിന്ന് താഴോട്ട് വരും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 70 മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ 70-ൽ നിന്ന് താഴോട്ട് വരും. എന്തായാലും കമ്പനി ബോർഡ് LGSന് അത്രയും കട്ട് ഓഫ് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു 70-ന്റെ മുകളിലൊക്കെ സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഓട്ടത്തിന് പോകുമ്പോൾ പലർക്കും തോന്നുന്ന ടെൻഡൻസിയാണ് സമയം പിന്നീട് ബാക്കിയുണ്ടാവും. ആ സമയത്ത് നമ്മൾ മാക്സിമം കറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, നെഗറ്റീവ് വന്ന് വീഴും, നമ്മൾ കട്ട് ഓഫിന്റെ താഴോട്ട് പോകും. ഓൾറെഡി ചിലപ്പോൾ നമ്മൾ കട്ട് ഓഫിന്റെ മുകളിൽ കിടക്കുന്ന ഒരാൾ എങ്ങോട്ട് വരും, താഴോട്ട് വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ചോദ്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, നിങ്ങൾ ആദ്യം ഈ പറയും പോലെ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ ആ ചോദ്യം അവിടെ വിട്ടേക്ക്. ആ ചോദ്യം ചെയ്യണമെന്നൊന്നും PSC പറയുന്നില്ല. അതവിടെ വിട്ടിട്ട് ബാക്കി വരുന്ന 99 ചോദ്യത്തിലേക്ക് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവസാനം സമയമുണ്ടെങ്കിൽ ഈ ചോദ്യത്തിൽ വന്നിട്ട് ചെയ്ത് നോക്കി 100% ഓക്കെ ആണെങ്കിൽ അത് നമ്മൾ പോയിട്ട് കറപ്പിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ ഈ പറഞ്ഞ ലോജിക്ക് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ X വെച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് പോവുക. അത് നമുക്ക് സമയം ലാഭിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസ് കുറച്ച് കൂട്ടുക. പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇനിയും സമയം ഇഷ്ടം പോലെ ഉണ്ട്. കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ കാൽക്കുലേഷൻസ് മാത്രം ചെയ്ത് നോക്കാം. 100 × 10 എത്രയാണ്, 20 × 10 എത്രയാണ്, 21 × 10 എത്രയാണ്, ഇതൊക്കെയാണ് PSC എപ്പോഴും ചോദിക്കുക. നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന കാൽക്കുലേഷൻ തന്നെയായിരിക്കും PSC തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഒരു ദിവസത്തിൽ ഒരു 10-15 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ കാൽക്കുലേഷൻസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് കാൽക്കുലേഷൻസിന്റെ സ്പീഡ് കൂടുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നിവിടെ 2 ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. 2 ടൈപ്പ് ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യവും രണ്ടാമത് പറഞ്ഞ ചോദ്യം ഫൈനലായിട്ട് ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ 29 പേരുണ്ടായിരുന്നു. ആ ക്ലാസ്സിലേക്ക് ഇപ്പോൾ ഒരു അധ്യാപകൻ കൂടി കടന്നു വന്നു. നേരത്തെ 29 പേരായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശരാശരി 50 ആണെന്നും അധ്യാപകൻ കടന്നു വന്നപ്പോൾ ശരാശരിയിൽ 1ന്റെ വർധനമുണ്ടെന്ന് പറഞ്ഞു. അതായത് 51 അവിടെ എന്ത് ഇപ്പോൾ ഉള്ള ശരാശരി എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരുന്നത് അധ്യാപകന്റെ പ്രായം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മളവിടെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത് നമ്മൾ പറഞ്ഞത്, നമ്മുടെ കൈവശം ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് 10 പേരടങ്ങുന്ന ഒരു ഇത് വന്ന് ചേരുകയാണ്. അപ്പോൾ നേരത്തെ അവിടെ ശരാശരി 50 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 54 മാറി, കാരണം 4ന്റെ വർധന ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ 10 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ സിമ്പിളായിട്ട് തന്നെ കാണുക, എങ്കിൽ മാത്രമേ മാത്സ് സിമ്പിൾ ആവുള്ളൂ. കാണുമ്പോൾ എന്തോ വലുതാണെന്ന് വിചാരിക്കരുത്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. 2-3 ചോദ്യങ്ങൾ, ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ചെയ്തു നോക്കാൻ സിമ്പിളാണ്. ഇന്ന് നമ്മൾ ഈ പറയുന്ന ഈ ചോദ്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സ്ക്രീനിൽ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഗൂഗിൾ ജെമിനി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്പ് ഉണ്ട്, നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. AI-യുടെ യുഗമാണ്. ChatGPT, ഗൂഗിൾ ജെമിനി അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഗൂഗിൾ ജെമിനി എടുക്കുക, എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ചോദ്യം ഉണ്ടല്ലോ, അത് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതിൽ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിലുള്ള കാര്യങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇതേ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ തരുമോ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇതേ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ തരുമോ എന്ന് ഗൂഗിൾ ജെമിനിയോട് ചോദിക്കുമ്പോൾ ഇതേ ടൈപ്പിലുള്ള ചോദ്യങ്ങളും തരും,
വിത്ത് അതിൻ്റെ സൊല്യൂഷനും വേണമെങ്കിൽ അതും തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇന്നത്തെ ലോകത്ത് ഇതുപോലുള്ള ആപ്ലിക്കേഷനിലൂടെ സിമ്പിളായിട്ട് കിട്ടും, സൗജന്യമായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് വിനിയോഗിക്കുക. മാത്സ് എന്ന് പറയുന്ന ഭാഗം എളുപ്പമാക്കി എടുക്കാം എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഈ ചോദ്യം നടത്തി ഇനി അങ്ങോട്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ചോദ്യം നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പോകാം. അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയും കടന്നു വരും. കാരണം എപ്പോഴും PSC ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ അവിടെ വീണ്ടും ഈ കാര്യങ്ങൾ എത്തും. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കുക. ആവറേജ് എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നൊരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന 2 മോഡൽ ചോദ്യമുണ്ട്. ആ മോഡൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അതോടുകൂടി ആവറേജ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന പ്രീവിയസ് ആയിട്ട് നമ്മൾ 10th ലെവൽ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോകും. പിന്നീട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ആ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.